ഞങ്ങൾക്ക് ഒരു കാരണവശാലും നിലവിലുള്ള കണ്ടീഷനും നിയമവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഇനി ആ സ്ട്രീറ്റ് സ്റ്റാൻഡിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കയറി സർവീസ് നടത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ബസ് സ്റ്റാൻഡിന്റെ നേതൃത്വത്തിനെ ചോദ്യം ചെയ്യാൻ വളരെ മോശം. ക്ഷമ ചോദിക്കുന്നത് ഇങ്ങനല്ല. ഞങ്ങൾ വിളിച്ചു വരുന്ന മീറ്റിംഗ് വന്നതല്ല ഞങ്ങൾ ക്ഷമ പറയാം. നഗരസഭന്റെ പരിധിയിൽ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റാനാവില്ലെന്ന് ബസ് ഉടമകൾ. നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ നഗരസഭാ കൗൺസിൽ. ഇന്ന് നടന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ നിന്ന് ബസ് ഉടമകൾ ഇറങ്ങിപ്പോയി. മലപ്പുറം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നഗരസഭാ കൗൺസിൽ ഹാളിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ നിന്ന് ബസ് ഉടമകൾ ഇറങ്ങിപ്പോയി. നേരത്തെ യോഗം തുടങ്ങിയപ്പോൾ തന്നെ യോഗത്തിന് ക്ഷണിക്കപ്പെടാത്തവർ യോഗത്തിന് വന്നിട്ടുണ്ടെന്നും അവർ യോഗ ഹാളിൽ നിന്ന് പുറത്തു പോകണമെന്നും ഈ യോഗം കഴിഞ്ഞ ശേഷം അവർക്ക് സംസാരിക്കാനുള്ളതും കേൾക്കണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞത് അംഗീകരിക്കാനാവാതെ ബസ് ഉടമകൾ മുഴുവൻ ഹാളിൽ നിന്ന് പുറത്തുപോയി. അവർ ചർച്ച നടത്തിയ ശേഷം ക്ഷണിക്കപ്പെട്ട ബസ് ഉടമകൾ മാത്രം ഹാളിൽ തിരിച്ചെത്തി ചർച്ച തുടർന്നു. എന്നാൽ ചെയർപേഴ്സണെ പത്രസമ്മേളനത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച സംഘടനയുടെ പ്രതിനിധി ക്ഷണിക്കപ്പെട്ടിരുന്നെങ്കിലും യോഗത്തിനെത്തിയില്ല. പത്രസമ്മേളനത്തിലെ വ്യക്തിപരമായ അധിക്ഷേപത്തിന് ആ വ്യക്തിക്ക് വേണ്ടി സംഘടനാ പ്രതിനിധികൾ മാപ്പ് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡിൽ കയറാൻ കഴിയില്ലെന്ന് കാരണങ്ങൾ നിരത്തി ബസ് ഉടമകൾ വിവരിച്ചപ്പോൾ കോടതി ഉത്തരവും മന്ത്രിയുടെ നിർദ്ദേശവും കണക്കിലെടുത്ത് ഒരാഴ്ചയ്ക്കകം ബസ് സ്റ്റാൻഡിൽ കയറി തുടങ്ങിയില്ലെങ്കിൽ റോഡിൽ ഉപരോധമടക്കമുള്ള പ്രതിഷേധം നടത്തുമെന്ന് കൗൺസിലർമാർ പറഞ്ഞതോടെ ബസ് ഉടമകൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നിലവിലുള്ള നിയമപരമായും ട്രാഫിക് പരമായും മലപ്പുറം കോട്ടപ്പടി ബസ് സ്റ്റാൻഡിൽ ബസ് കയറി സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഒരു കാരണവശാലും നിലവിലുള്ള രീതിയിൽ സർവീസ് നടത്താൻ കഴിയാത്തതിനാലും കോട്ടപ്പടി ബസ് സ്റ്റാൻഡിൽ ബസ് കയറണം എന്ന ആവശ്യം ബസ് ഉടമകളായ ഞങ്ങൾ തിരസ്കരിക്കുകയാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് മലപ്പുറം കോട്ടപ്പടി ബസ് സ്റ്റാൻഡും ബസ് ഉടമകളുമായി തൊഴിലാളികളുമായുള്ള ഈ ചെറിയ തർക്കം. കാലങ്ങളായി ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്ന എല്ലാ ഭരണസമിതിയും മലപ്പുറം ഭരണസമിതിയും ഇപ്പോൾ സർവീസ് നടത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇത് നിലനിർത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ആവശ്യം ഞങ്ങൾ ഇന്ന് മുനിസിപ്പാലിറ്റി വിളിച്ച മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ചില കൗൺസിലർമാർ അതിനെതിരെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ബസ്സുകൾ തടഞ്ഞു വെച്ച് തിരിച്ചുവിടും എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ ആ മീറ്റിംഗിൽ നിന്ന് ഞങ്ങൾ തീരുമാനമാകാതെ ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സമയത്തിന് സർവീസ് നടത്തുന്ന ഗവൺമെൻറ് പറയുന്ന നോംസ് അനുസരിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളെ അവിടുത്തെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറ്റിത്തരാതെ ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നത്. 2017 2-3 മരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ റോഡിന് വണ്ടി ആ ചെങ്കുത്തായ കയറ്റം കുത്തി ക്ലച്ച് താങ്ങി കയറുമ്പോൾ എതിരെ വരുന്ന ബൈക്കുകളൊക്കെ തട്ടിയിട്ട് 1-2 മരണങ്ങളൊക്കെ സംഭവിച്ചു. അന്നാണ് ഈ ഒരു തീരുമാനം അന്നത്തെ ഭരണസമിതി എടുത്തത്. ഞങ്ങൾ അന്നത്തെ ഭരണസമിതി എടുത്തുന്ന തീരുമാനത്തിൽ ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. അത് നിലനിർത്തി തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. RTAന്റെ അംഗീകാരമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാ ഉത്തരവാദി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ബസ് ഓടലും തിരിയലും സ്റ്റാൻഡ് കയറലൊക്കെ മലപ്പുറം RTAയുടെ അനുമതി വേണം. എന്നാൽ 1992 മുതൽ 2025 വരെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ കോടതി ഉത്തരവും മന്ത്രിയുടെ നിർദ്ദേശവും ലംഘിക്കുന്നതിന് ന്യായീകരണമില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകണമെങ്കിൽ അങ്ങനെയാവാമെന്നും അഡ്വക്കേറ്റ് റിനീഷ വി പറഞ്ഞു. PK കുഞ്ഞു സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരുന്ന ഈ ബസ് സ്റ്റോപ്പ് 2011 വരെ ബസ് കയറിയിട്ടുണ്ട്. അതിനുശേഷം അവർ പല കാരണങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങളാണ് പറഞ്ഞിരുന്നത്. അന്ന് ആദ്യം പറഞ്ഞിരുന്നത് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ ജമീല ടീച്ചറുടെ ഭരണസമിതിയുടെ കാലത്ത് 2015 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഫുൾ കോൺക്രീറ്റ് ചെയ്യും ടൈൽസ് ഭാഗമൊക്കെ ചെയ്തു. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് AK റോഡ് വീതി കൂട്ടണമെന്നാണ്. അത് സൗകര്യപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം മറ്റൊരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും സിക്സ്ത് സെൻസ് ഒന്നുമില്ല. ആക്സിഡന്റ്
എവിടെയാണെങ്കിലും നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ, അശ്രദ്ധ ഉണ്ടെങ്കിൽ, ആക്സിഡന്റ് നഗരസഭയുടെ ബസ് സ്റ്റാൻഡിനകത്ത് മാത്രമേ നടക്കൂ, നഗരസഭയിൽ ബസ് കയറിയാൽ മാത്രമേ നടക്കൂ എന്നുള്ളൊരു വാദമൊന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇപ്പോൾ മറ്റു കാര്യങ്ങളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഏതായാലും ഇത്ര വർഷങ്ങളായി നഗരസഭയുടെ വന്നിട്ടുള്ള എല്ലാ ചെയർമാനും നഗരസഭാ കൗൺസിലും ഒന്നടക്കം പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഇതേ ആവശ്യം തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെയും ഒക്കെ ഉത്തരവുണ്ട്. ഇതിനൊക്കെ മറികടന്ന് വളരെ ധിക്കാരപരമായ രീതിയിൽ ഇതൊന്നും സാധ്യമല്ല, നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റാൻ സാധ്യമല്ല എന്ന് വളരെ ധിക്കാരപരമായ രീതിയിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. നിയമപരമായിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യത്തിനായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വേണ്ടത് സാധ്യമായതെല്ലാം ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ബസ് കയറിയാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇതിന് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. യോഗത്തിൽ RTO ഷഫീഖ്, ട്രാഫിക് SI അജിത് കുമാർ, സ്ഥിരം സമിതി അംഗങ്ങളായ ഹാരിസാമിയൻ, പരി അബ്ദുൽ മജീദ്, സമീറ മുസ്തഫ, കൗൺസിലർമാരായ AP ഷിഹാബ്, ഹർഷദ് CT, സമദ് സിമാടൻ, സിദ്ദിഖ് കീടക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. മന്ത്രി കോടതിയുടെ ഏതെങ്കിലും ആണെങ്കിൽ ആ തരത്തിൽ കാണും. അങ്ങനെ ഏതെങ്കിലും മന്ത്രിയെ ഓർമ്മിച്ചല്ലേ? ഗതാഗത മന്ത്രി പറഞ്ഞ ഓർമ്മിച്ചല്ലേ? അത് ഏതെങ്കിലും മന്ത്രിയെ പറയലേ? 2011 വരെ ബസ് കയറിയിരുന്നു. കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറുള്ള സമയത്ത് ബസ് കയറിയിരുന്നു. കൊറോണയുടെ സമയം വരെ ബസ് കയറിയിരുന്നു. അന്നൊന്നും പറയാത്ത ഓരോ സാധനങ്ങളായിട്ട് ഇപ്പൊ വരുന്നതിന് കാര്യമില്ല. ഇല്ല, കോയ കുഴപ്പമില്ല. അവ കോയന്റെ കാര്യം പറയുന്നത് അയാൾ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ പറയുന്നത് അയാൾ അംഗീകരിക്കണില്ല എന്നല്ല പറയുന്നത്. ഞങ്ങൾ വിളിച്ച മീറ്റിംഗ് ഒന്നിന് ക്ഷമ ചോദിച്ചതുകൊണ്ട് അത്ര പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും കഴിയില്ല. അതുപോലെ